നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അരയങ്കാവിലുള്ള സുജയ് ചേട്ടനെ കാണാനാണ്. സുജയ് ചേട്ടൻ ഓട്ടോ തൊഴിലാളി എന്നതിലുപരി ഒരു പാമ്പ് പിടുത്തക്കാരൻ കൂടിയാണ്. അപ്പോൾ നമ്മളെ എല്ലാ പ്രദേശത്തൊക്കെ പിന്നെ പാമ്പിൻ്റെയൊക്കെ ശല്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വൈക്കത്ത് നിന്നൊരു പെരുമ്പാമ്പിനെ പിടിക്കുകയുണ്ടായി. അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സുജയ് ചേട്ടൻ കേരള ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സർപ്പയുടെ വളണ്ടിയർ കൂടെയാണ്. അപ്പോൾ നമുക്ക് സുജയ് ചേട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സുജയ് ചേട്ടാ, ഇപ്പോൾ എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് ഈ പാമ്പ് പിടുത്തം. നമ്മളെ മുമ്പിൽ വളരെ കുറഞ്ഞ പേരേ ഉള്ളൂ, വാവാ സുരേഷിനെ പോലെയുള്ള പിന്നെ പ്രമുഖരായിട്ടുള്ള പാമ്പ് പിടുത്തക്കാർ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്? നേരത്തെ തുടങ്ങി എനിക്ക് ഈ മൃഗങ്ങളോടൊക്കെ വലിയ താല്പര്യം ഉള്ള ഒരാളായിരുന്നു. എന്ത് ജീവിയാണെങ്കിലും അതിപ്പം ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളാണെങ്കിലും ശരി, നമുക്കതിനോട് അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലീഗൽ പ്രൊസീജിയറോ മറ്റു കാര്യങ്ങളൊന്നും നമുക്കന്ന് അറിയില്ല. ചെറുപ്പം മുതലേ തുടങ്ങി ഉള്ള അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് വളർന്നു വന്ന് അതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്നതാണെങ്കിൽ ഞാൻ ഈ സർപ്പയുടെ വോളണ്ടിയർ ആകുന്നതിന് മുമ്പും പാമ്പിനെ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വോളണ്ടിയർ എന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, പാമ്പിനെ പിടിക്കുന്ന രീതികളിലൊക്കെ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ രീതികളുണ്ട്. അപ്പോൾ സർപ്പയിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുമ്പോൾ കൂടുതലും നമുക്ക് പരമാവധി പാമ്പിനെ നമ്മൾ കൈകൊണ്ട് തൊടാതെ എങ്ങനെ അതിനെ കെയർ ചെയ്യുക എന്നുള്ള തരത്തിൽ അതിനുള്ള ടൂൾസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ നമുക്ക് തന്നെ, കാരണം അതിനുപദ്രവം വരാത്ത രീതിയിൽ, അതിനുപദ്രവം വരാത്ത രീതിയിലും. എന്നാൽ ഇപ്പോൾ പാമ്പ് സ്വാഭാവികമായിട്ടൊരു വീടിൻ്റെ പരിസരത്തോ വീട്ടിലോ ഒക്കെ വരുമ്പോൾ ആളുകൾ അവരെ ഒരു പാനിക്കായിരിക്കും. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലും എന്നാൽ ആ പാമ്പിനും മറ്റൊരു തരത്തിൽ ആ പാമ്പിനും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അതിനെ പെട്ടെന്ന് മാറ്റി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വിഷപ്പാമ്പുകളോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ സൈസിലുള്ള പൈത്തൺ പോലെയുള്ള പാമ്പുകളൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ ഫോറസ്റ്റിൻ്റെ കയ്യിലേൽപ്പിക്കുക. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും എതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആ വീട്ടിൽ അമ്മയും ഭാര്യയൊക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതിലൊരു ഭീതി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ തുടങ്ങി ഇങ്ങനെ വളർത്തു മൃഗങ്ങളും അതുപോലെ പക്ഷികൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഇത് ഒരു ശീലമായതുകൊണ്ട് പിന്നെ അവരിപ്പോൾ അതിനെക്കുറിച്ചൊന്നും എന്താണെങ്കിലും അതുമായിട്ട് മെരുങ്ങി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ, സുജയേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് ഇഷ്ടംപോലെ മൃഗങ്ങൾ, നായായിട്ടും അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു മൃഗസ്നേഹി കൂടിയാണ് സുജയ് ചേട്ടൻ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടനിലേക്ക് കോൺടാക്ട് എത്താൻ ഏത് രീതിയിലാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്? അതിപ്പം നമ്മൾ പോകുന്നിടത്ത് ആളുകളുടെ കൈവശം നമ്മുടെ നമ്പർ ഉണ്ടാവും. ഈ പരിസരത്ത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ നമ്പർ തീർച്ചയായും സൂക്ഷിക്കും. അല്ലെങ്കിൽ പകരം വരുന്ന ആളുകൾ അങ്ങനെ സൂക്ഷിക്കും. അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, എല്ലാവരുടെ അടുത്തേക്ക് വരും. അതുകൂടാതെ നമ്മുടെ സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. കേരള വനം വകുപ്പിൻ്റെ കീഴിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി നമുക്ക് അതിൻ്റെ സേവനം അങ്ങനെ സേവനമുണ്ട്. ആ രീതിക്കും വരും. അതുപോലെ തന്നെ ഇനിയിപ്പം ഈ ഇതിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നവരുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ പാമ്പ് പിടുത്തമൊക്കെ ആയിട്ട് കടന്നു വരുന്നവരുണ്ട്, അവർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശമായിട്ട് എന്താ പറയുക? ഇതിൽ നമ്മൾ ഷോ കാണിക്കാതിരിക്കുക. അതായത് പാമ്പിനെ പിടിക്കുമ്പോൾ അതിനെ പ്രദർശിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പല മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് പാമ്പിനെ പിടിക്കുക, ഉമ്മ വെക്കുക, അങ്ങനെയുള്ള. നമുക്ക് പാമ്പിനെ നമ്മൾ ഇപ്പോൾ പിടിക്കാനായിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഒരു വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ പാമ്പ് വരുമ്പോൾ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, അതിലുപരി ആ ജീവിക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അതിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് അപകടം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അക്രമോ ഇതിൽ നിന്ന് എന്തെങ്കിലും? അല്ല, എന്നെ സംബന്ധിച്ച് അങ്ങനെ യാതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെയർ ചെയ്ത് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ എല്ലാ പാമ്പുകളും
അതേപോലെ ആവണമെന്നില്ല. ചില additional- റിയാക്ട് ചെയ്യുന്ന അവസ്ഥയിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പൈത്തൺ അത് കൂടുതലായിട്ടൊരു അഗ്രസീവ് ആയിരുന്നു. പക്ഷേ നമ്മളതിന് നിന്നു കൊടുക്കില്ല. നമ്മൾ ആ ഒരു രീതിക്ക് അതിനെ എത്രയും പെട്ടെന്ന് അതിനെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ അതിനെ വെച്ച് ഓവർ ഷോ കാണിക്കാൻ ഷോ കാണിക്കുന്നില്ല. അതാണ്, അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നില്ല. നിലവിൽ നമുക്ക് 130ഓളം പാമ്പുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിൽ 130 തരം പാമ്പുകളാണുള്ളത്. അതും കൃത്യമായ ഇതല്ല, കാരണം ഇപ്പോഴും ഗവേഷണം നടക്കുകയാണ് പലരും. അതിൽ നമുക്കിവിടെ ഒരു 30ഓളം ഇനം പാമ്പുകളാണ് വിഷമുള്ളത്. അതിൽ കടൽപ്പാമ്പുകൾ ഉൾപ്പെടെയാണ്. സ്വാഭാവികമായിട്ടും കടൽപ്പാമ്പുകൾ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. കരയിൽ വളരെ കുറഞ്ഞ പാമ്പുകളെ വിഷമുള്ളത്. 10 പാമ്പുകളാണ് നമുക്കിവിടെ വിഷമുള്ളത്. അത് വിഷത്തിൻ്റെ അളവും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഇതാണ്. അതിൽ 4 ഇനം പാമ്പുകളാണ് നമുക്ക് കൂടുതൽ ഹൈ വെന്യൂസ് അപകടകാരിയായിട്ടുള്ളത്. അതിൽ ഒരെണ്ണം സ്പെക്ടാക്കിൾ കോബ്ര മൂർഖൻ എന്ന് പറയുന്നത്, പിന്നെ കോമൺ ക്രേറ്റ് വെള്ളിക്കെട്ടൻ, റിസൾസ് വൈപ്പർ അണലി, പിന്നെ ഉള്ളത് സോസ്കാൽഡ് വൈപ്പർ എന്ന് പറയുന്നത്. അത് അണലിയുടെ വർഗ്ഗമല്ല, അത് ചുരുട്ടമണ്ഡലി എന്ന് പറയുന്നത്. സെയിം അതിൻ്റെ കാഴ്ചയിലൊക്കെ ഏകദേശം അണലിയുടെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ അതിന് പല ഓരോ സ്ഥലം അനുസരിച്ച് അതിന് പല പേരുകളാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോൾ വടക്കൻ മലബാറിലേക്കൊക്കെ മണ്ണലി എന്ന് പറയുന്ന പാമ്പായിരിക്കും ഈ ചുരുണ്ട് കിടക്കുന്ന, അതാണോ? ഇതിലിപ്പം നമുക്ക് ഈ ഇപ്പോൾ ഇത്ര പാമ്പുകളുണ്ടെന്ന് പറയുന്നു. കൂടുതലും ഭൂരിഭാഗം വരുന്നതും, അതായത് നമുക്ക് 99% അടുത്തും നമുക്കിതിന് വിഷമില്ലാത്ത പാമ്പുകളാണ് നമ്മുടെ പരിസരത്ത് വരുന്നത്. അതായത് ഇത്തരം പാമ്പുകളുണ്ടെങ്കിൽ പോലും അതിൽ 25% മാത്രമായിരിക്കും വിഷമുള്ളത്. നമ്മുടെ പരിസരത്ത് വരുന്ന മുഴുവൻ പാമ്പുകൾക്കും നമുക്ക് അതിന് വിഷമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോമൺ വൂൾ സ്നേക്ക് എന്ന് പറയുന്ന ആ ഒരു പാമ്പും കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടനും ശംഖുവരൻ എന്നൊക്കെ പറയുന്ന ഇത് തമ്മിൽ കാഴ്ചയിൽ സാദൃശ്യമുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ പാമ്പുകൾ സ്വതവേ ജന്മന അവർ അനാഥരാണ്. അതായത് ബാക്കിയുള്ള ജീവികളെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ തള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷിയാണെങ്കിലും ഒരു മൃഗമാണെങ്കിലും അവർ ഇര തേടാനൊക്കെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി വിടാണ്. ഇതങ്ങനെയല്ല, ഇത് സ്വയം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ കണ്ടെത്തി ജീവിക്കുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മളെപ്പോലെ മറ്റ് ജീവജാലങ്ങളെ പോലെ പ്രതികരിക്കാനായിട്ട് കയ്യോ കാലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നതൊക്കെയാണ് അതിൻ്റെ മറ്റ്. അതെ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മളൊരു പാമ്പുകൾ ഉപദ്രവിക്കില്ല. അതിന് തക്കതായ കാരണം ഒന്നുകിൽ അതിനെ അതിൻ്റെ ദേഹത്ത് ചവിട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലാണ് അത്തരത്തിൽ വരുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഈ മുട്ടയൊക്കെ ഇട്ട് പരിസരത്തിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ അതിനെ സംരക്ഷിക്കാനുള്ള. എങ്കിലും ഈ മുട്ട വിരിഞ്ഞ ഉടനെ പാമ്പുകൾ പല വഴിയാണ് പോകുന്നത്. കൂട്ടത്തോടെ അല്ല, അത് പലതും പല വഴിക്കാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഈ കാലാകാലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ നമുക്ക് അറിയിപ്പുകളൊക്കെ തരും. പിന്നെ ഇപ്പോൾ നേരത്തെ കാലമല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറ്റ്, മഴ അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റ് വെച്ച് നമുക്ക് ഇത്ര 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് അതാത് സമയങ്ങളിൽ സർക്കാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതരോ ഇതിനൊക്കെ ഇപ്പോൾ ഈ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തൊക്കെ വിഷപ്പാമ്പുകളുടെ ഒരു ഇണചേരൽ ടൈമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് എപ്പോഴും പറയും. അങ്ങനെ പിന്നെ കൂടുതൽ നമുക്കിതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാണ് കൂടുതലായിട്ട് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാമ്പുകൾ ഇങ്ങനെ സ്വയം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അതിങ്ങനെ മല്ലടിച്ച് അത് സ്വയം ഇത് വരേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയാൽ മനുഷ്യന് ഇതിനോടൊരു പേടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേടിയാണ് അതെ, ആ പേടി മൂലമാണ് കൂടുതലും നമ്മളിത് വിഷമില്ലാത്തതിന് കൊല്ലുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ അണലി വർഗത്തിൽപ്പെട്ടതിനോട് സാമ്യം. ഇപ്പോൾ ഒരു മലമ്പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന്, പക്ഷേ ഈ ഗവേഷകരിൽ പോലും ചില നേരിയ വ്യത്യാസത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നുണ്ട്. അതും സ്വാഭാവികമായിട്ടും നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് വീടിൻ്റെ പരിസരങ്ങളിലേക്ക് വരാതെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക. ഇപ്പോൾ എലി അതേപോലെയുള്ള അവർക്ക് ഭക്ഷണമായിട്ടുള്ള ഇതിലേക്കാണ് അവർ ആകർഷിച്ചു വരത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ടൈൽസ് ഇട്ട വീടോ അല്ലെങ്കിൽ സിമെൻറ്റ് ഇട്ട തറയിലോ ഒന്നും അവർക്ക് ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ജീവികളാണ്. അതുപോലെ നമ്മൾ പരിസരത്തൊക്കെ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെ, ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഭക്ഷണ സാധനങ്ങൾ വേണ്ട രീതിയിൽ, വേസ്റ്റ് വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ വേണ്ട രീതിയിൽ സംസ്കരിക്കുക, അങ്ങനെയുള്ള
കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധ തന്നെയാണ് നമ്മൾ അതെ കൊടുക്കേണ്ടത്. അതെ അതെ. ഇതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബൈറ്റ്, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ മറ്റു വൈദ്യന്മാരെ ഉടനെ തന്നെ വൈദ്യസഹായം നേടുക. നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോകാതിരിക്കുക. നമ്മൾ അടുത്തുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക്. അതെ, ഇതിൽ ഇപ്പോൾ ഈ സർപ്പയുടെ ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൽ നമുക്ക് അടുത്തുള്ള ഇപ്പോൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസ്ക്യൂർ ഏറ്റവും അടുത്തുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റും. ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിന് പ്രാഥമിക ശുശ്രൂഷകൾ നമ്മൾ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നേരത്തെയൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ ബാൻഡ് ചെയ്യണം, കെട്ടി. സാധാരണ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒന്ന് കഴുകുക പോലും ചെയ്യരുത്, പാമ്പ് കടിയേറ്റാൽ കഴുകുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക്, ആൻറ്റിവെനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്. നമുക്ക് വളരെ പ്രധാനമായ കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ആൻറ്റിവെനമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈ നാട്ടുവൈദ്യങ്ങളുടെ ചികിത്സയൊന്നും തേടാൻ പോവാതെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആൻറ്റിവെനം കിട്ടുന്ന ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണോ അടുത്തുള്ളത് അവിടേക്ക് തന്നെ രോഗിയെ കൊണ്ട് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന, പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം. അതുപോലെ തന്നെ സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ്, ഏതൊക്കെ റെസ്ക്യൂവേഴ്സ് ഉണ്ട്, അവരെയൊക്കെ കൃത്യമായിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യും പറഞ്ഞിരുന്നൊരു ആപ്പാണ് അല്ലേ, സർപ്പ ആപ്പ്. അപ്പോൾ അതുകൂടെ പറ്റുമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എല്ലാവരും ഫോണിൽ. ഇപ്പോൾ പാമ്പ് പിടുത്തത്തിനിടയിൽ അത്രയും റിസ്ക് എടുത്തിട്ട് അതിനെ പിടിക്കേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു വിടുന്നത്, നമ്മൾ ആദ്യം പിടിക്കാൻ പോകുന്ന ഒരു പാമ്പിനെ ആദ്യമായിട്ട് പിടിക്കാൻ പോകുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥയും കരുതലും, അത് എത്ര പാമ്പിനെ പിടിച്ച് എത്ര സീനിയർ ആയാലും അതേ കരുതൽ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റിസ്ക് ഉണ്ട്, പക്ഷെ അത് നമ്മൾ ആ ഒരു എങ്ങനെയാണ്, ഇപ്പോൾ ഒരു രാജവെമ്പാലയാണെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ സംബന്ധിച്ച് രാജവെമ്പാലയൊന്നുമില്ല, സാധാരണയായിട്ട് മൂർഖൻ പാമ്പ്, അണലി, പിന്നെ വെള്ളിക്കെട്ടൻ, അങ്ങനെയുള്ള പാമ്പുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ കൂടുതലും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അണലിയാണ്. നമുക്കിവിടെ മെഡിസിൻ പോലും കിട്ടാത്തല്ലേ, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാൻ പറ്റും. ഇവിടെ ASV കിട്ടുന്നത് ഈ ഇതിനെല്ലാം സെയിമാണ്, എല്ലാം ഒരേ ആൻറ്റിവെനം തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അളവിൽ മാത്രം, അതായത് മനുഷ്യ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വിഷത്തിൻ്റെ അളവ് അനുസരിച്ച് അതിനനുസരിച്ചാണ് ASV ചെയ്യുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് കൂടുതൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇവരൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടാണ് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ കാണുന്നവരാരും തന്നെ നമ്മൾ വീട്ടിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാടി അതിനെ പിടിക്കാനോ ഇതാക്കാനോ നിൽക്കരുത്. കാരണം അത് അത്രയും വലിയ അപകടങ്ങൾ സംഭവിച്ചേക്കാം. ഇവർ കൃത്യമായ ഫോറസ്റ്റിൽ നിന്നുള്ള ക്ലാസ്സുകളും അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇതിന് ഇറങ്ങുന്നത് എന്നുള്ളത് കൂടെ പ്രേക്ഷകർക്ക് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും താങ്ക് യു.